ഒഴിച്ചു മൂടിയതൊന്നുമേ ഇനി പുറത്തേക്ക് വരരുത്, വരാൻ പാടില്ല. അതാണ് ശരി. എൻ്റെ റെക്സിന് ഒന്നും സംഭവിച്ചിട്ടില്ല. ഡാഡിക്ക് എവിടെയാണെന്ന് നമുക്ക് ആർക്കും തന്നെ അറിയില്ല. ആ രഹസ്യം ഡാഡിയുടെ ഉള്ളിൽ തന്നെ ഇരുന്നോട്ടെ. എൻ്റെ ഇച്ഛൻ ആരെയും കൊന്നിട്ടില്ല, ആരെയും ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനെ വിശ്വസിക്കണം. ഒന്നും സംഭവിച്ചിട്ടില്ല, ഒന്നുമേ സംഭവിച്ചിട്ടില്ല. നോക്കിക്കേ, ഒരു ജന്മം കൊണ്ട് അനുഭവിക്കാനുള്ള വേദന കംപ്ലീറ്റ് ആയിട്ട് ഈ 3-4 വർഷം കൊണ്ട് എൻ്റെ റെക്സിന് അനുഭവിച്ചു കഴിഞ്ഞു. മതി, ഇനി വേണ്ട. ഞാനുണ്ട്, ഈ കുഞ്ഞാറ്റുണ്ട് എൻ്റെ ഇച്ഛൻ്റെ കൂടെ ലൈഫ് ലോങ്. എന്ത് സന്തോഷത്തിലും ദുഃഖത്തിലും ഒക്കെ കൂട്ടായി ഈ ഞാനുണ്ട് ഇനി എന്നും. ഒന്നിൻ്റെ പേരിലും ഇനി ഈ മനസ്സ് വേദനിക്കാൻ ഞാൻ സമ്മതിക്കില്ല. നമ്മുടെ കുഞ്ഞി എങ്ങും പോയിട്ടില്ല. അവളുടെ അച്ചാച്ചയെ വിട്ട് അവളെങ്ങും പോയിട്ടില്ല. ഹലോ ഡാഡി. ഹലോ മോനു, ഡാഡി അങ്ങോട്ട് വിളിക്കാൻ തുടങ്ങുമായിരുന്നു. Again, Daddy, he's again. What? എന്താ മോനെ? നിന്റെ സൗണ്ടൊക്കെ എന്താ വല്ലാണ്ടിരിക്കുന്നേ? യു ഓക്കേ? ആരുടെ കാര്യമാണ് നീ പറയുന്നേ? റെക്സൻ. അവൻ പോലും അറിയാതെ അവന്റെ മുന്നിലേക്ക് നെഞ്ചു വിരിച്ച് ചെന്ന് നിൽക്കണമെന്നാ ഞാൻ കരുതിയേ. ബട്ട് അവനാ എന്നെ ഞെട്ടിച്ചേ. മോനെ, ഡാഡിക്കൊന്നും മനസ്സിലാവുന്നില്ല. നീ ഒന്ന് തെളിച്ച് പറയ്. ഓക്കേ. അപ്പോ അങ്ങനെയാണ് കാര്യങ്ങളുടെ കിടപ്പ്. ഡാഡി, ഐ നീഡ് ഹർ. വിട്ട് കൊടുക്കില്ല ഞാൻ എൻ്റെ ഇഷയെ. റെക്സിനെന്നല്ല, ആർക്കും. ഷീസ് മൈൻ. ഷീ ഈസ് മൈൻ ഡാഡി. ഷീ ഈസ് മൈൻ. മോനു, റിലാക്സ്. ഡാഡി എൻ്റെ മോനിന് തന്നൊരു പ്രോമിസ് ആണ് ദാറ്റ് ഇഷിത, എൻ്റെ കുഞ്ഞിൻ്റെ മുറപ്പെണ്ണ്, your all-time obsession. She's yours. Take my words. റെക്സൻ വീണ്ടും എൻ്റെ മോൻ്റെ ലൈഫിൽ കയറി കളിക്കുമല്ലേ? ഓക്കെ മോനു, ഡാഡി ഇപ്പോൾ പറയുന്ന കാര്യം അതുപോലെ തന്നെ നീ കേൾക്കണം. ഡാഡി, മോനിപ്പോൾ അറിഞ്ഞ കാര്യങ്ങളൊന്നും തന്നെ അവിടെ സാറയോ ഫിലിപ്പോ അറിയരുത്. മോനൊന്നുമേ അറിഞ്ഞിട്ടില്ല. ഇഷിതയുടെ മുന്നിൽ പോലും അങ്ങനെ മാത്രമേ ബിഹേവ് ചെയ്യാവൂ. ഓക്കെ? ലാസ്റ്റ് നൈറ്റിൽ ഒന്നുമേ സംഭവിച്ചിട്ടില്ല എന്ന മട്ടിൽ. യു ഗെറ്റ് മീ? സ്റ്റേ സൈലന്റ്. ഓക്കെ ഡാഡി. ഗുഡ്. ഓൾസോ ഈ സൺഡേ തന്നെ മോൻ തിരിച്ചു വരണം. ഡാഡി മോനോട് പെട്ടെന്ന് തന്നെ തിരികെ വരാൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ മതി ഫിലിപ്പിനോട്. എന്തോ ഒഫീഷ്യൽ മാറ്റർ ആണ്, അതെന്താണെന്ന് ഡാഡി പറഞ്ഞില്ല എന്ന് പറഞ്ഞാൽ മതി അവരോട്. ഇനി അവിടെ കളിക്കേണ്ടത് ഡാഡിയാ. ഉടനെ തന്നെ നമുക്ക് രണ്ടാൾക്കും തിരിച്ചു പോവാം അവിടേക്ക്. അതുവരെ ബി സൈലന്റ്. ഓക്കെ? ഡാഡി വിൽ ടേക്ക് യുവർ ഫേവറേറ്റ് തിങ്. എൻ്റെ കുഞ്ഞ് സമാധാനമായിട്ടിരിക്കുക. എല്ലാം നമ്മൾ പ്ലാൻ ചെയ്ത പോലെ തന്നെ നടക്കും. അങ്ങനെ നടക്കാൻ പാടുള്ളൂ. ഇതെന്താ ആരും ഇല്ലേ ഇവിടെ? പിൻ ഡ്രോപ്പ് സൈലൻസ് ആണല്ലോ. എൻ്റെ ഈശോയെ, പണി പാളിയോ ഇനി? ഈശ, ഗുഡ് മോർണിംഗ്. തന്റെ കാർ വരുന്നത് ഞാൻ കണ്ടു, അതാ ഇങ്ങോട്ടേക്ക് വന്നേ. ഓ, ഈ കൊള്ളിപ്പിശാശ് ഉണ്ടായിരുന്നോ ഇവിടെ? നാശം, രാവിലെ തന്നെ എൻ്റെ കണി പോയി. മോളെ എത്തിയോ? ഇന്നലെ നൈറ്റ് തൊട്ടേ ജോമൻ ചോദിക്കുക മോൾ എപ്പോഴാ വരണേ എന്ന്. ഇതെന്താ ഇങ്ങനെ? ജോ അപ്പൊ ഒന്നും തന്നെ ഡാഡിയോടും മമ്മിയോടും പറഞ്ഞില്ലേ? അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ഇന്നലെ നടന്ന കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ജോ അത് വെറുതെ വിടാൻ ചാൻസ് ഇല്ലാത്തതാണല്ലോ. മമ്മിക്കാണെങ്കിൽ ഒരു ഭാവമാറ്റവും ഇല്ല. ഷെടാ, എന്നാലും അങ്ങനെ വരാൻ വഴിയില്ലല്ലോ.
ഒന്നുമേ നടക്കാത്ത പോലെയാ ഈ കൊള്ളി പിശാച് എന്നോട് ബിഹേവ് ചെയ്യണേ. ശ്ശോ, ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. എന്തും ഫേസ് ചെയ്യാൻ റെഡി ആയിട്ട് വന്ന ഞാന് ഇപ്പൊ ആരായി? വേസ്റ്റ്, വെറുതെ ആയി പോയല്ലോ. ഐഷു മോളെ, നീ ഏത് ലോകത്താ എൻ്റെ കൊച്ചേ? മമ്മി അല്ല, അത് ഞാന് ഒന്നുമില്ല മമ്മി, ഇന്നലെ ഓർക്കം അങ്ങോട്ട് അത്ര ശരിയായില്ല, അതാ. ബെസ്റ്റ്. മോള് പോയി ഒന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് വാ, അപ്പോൾ ഓക്കെ ആവും. എന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ജോഗുടാ പോണ്ടിക്ക് ആൻറ്റി വിളമ്പി തരാം. ഹേയ്, ഇപ്പൊ വേണ്ട ആന്റി, ഇഷ കൂടെ വന്നിട്ട് നമ്മൾ ഒരുമിച്ച് കഴിക്കാം. ഓ ശരി ശരി. ഐഷു മോൾ എന്നാ പെട്ടെന്ന് പോയി ഫ്രഷ് ആയിട്ട് വാ, ചെല്ല്. മോൻ ഇന്നലെ നൈറ്റ് ഒന്നുമേ കഴിച്ചിട്ടില്ല, മോള് പോയിട്ട് പെട്ടെന്ന് വാ, ചെല്ല്. മമ്മി എനിക്കിപ്പോ ഫുഡ് വേണ്ട, വിശക്കുന്നില്ലാന്നേ. ഐഷു പറയുന്ന കേക്ക്, പോയി ഫ്രഷ് ആയിട്ട് വാ, ചെല്ല്. ഓ ഇങ്ങനെ നോക്കി പേടിപ്പിക്കണ്ട, ദേ പോവാ ഞാൻ. ഷടാ, സംതിങ് ഫിഷി ഉറപ്പാ. ഇത്രയൊക്കെ ഇഷ്യൂസ് ഇന്നലെ നടന്നിട്ടും ഒന്നുമേ അറിയാത്ത പോലെ അജു ബിഹേവ് ചെയ്യുന്നേ. ഇനിയിപ്പോ എൻ്റെ കയ്യിൽ നിന്ന് കിട്ടേണ്ടത് കിട്ടിയപ്പോ പണ്ടാരക്കാലം നന്നായിട്ടുണ്ടാവോ? ഹേയ്, അങ്ങനെ എന്തായാലും വരാൻ വഴിയില്ല. എന്നാലും എന്തുകൊണ്ടാവും അവനിങ്ങനെ വിയേർഡായിട്ട് ബിഹേവ് ചെയ്യുന്നേ? കോപ്പ്. എന്തേലും ആവട്ടെ, അല്ല പിന്നെ വരുന്നിടത്ത് വെച്ച് കാണാം. എന്താണേലും എന്തായാലും അത്ര തന്നെ. നീ എന്തിനായിശോ ഇതൊക്കെ ഓർത്തിങ്ങനെ വറീഡാവുന്നേ? ഗോ വിത്ത് ദ ഫ്ലോ ഗേൾ, ജസ്റ്റ് ഗോ വിത്ത് ദ ഫ്ലോ, ദാറ്റ്സ് ഇറ്റ്, അത്ര തന്നെ. ഇനിയും ഇവിടെ നിന്ന് ഇങ്ങനെ കഥ പറഞ്ഞുകൊണ്ട് നിന്നാലേ ഓഫീസിൽ പോവാൻ ലേറ്റ് ആവും. സോ ഗെറ്റ് റെഡി, വാ വാ വാ. ഇച്ചി അധികം ദിവസം ഇവിടെ നിന്നിട്ടേ യു കെയിലേക്ക് തിരിച്ചു പോകുള്ളൂ എന്നല്ലേ ജോഗുട്ട മോൻ പറഞ്ഞിരുന്നേ? പിന്നെ എന്താ പെട്ടെന്നൊരു തിരിച്ചു പോക്കിങ്ങനെ? സാർ ആന്റി, ഡോണ്ട് വറി, നെക്സ്റ്റ് ടൈം വരുമ്പോൾ കുറച്ചധികം ഡേയ്സ് തന്നെ ഞാൻ നിൽക്കാം, പ്രോമിസ്. ഇതിപ്പോ ഡാഡി വിളിച്ചിട്ട് പെട്ടെന്ന് തന്നെ തിരിച്ചു ചെല്ലാൻ പറഞ്ഞത് കൊണ്ടല്ലേ. റീസൺ എന്താണെന്ന് എനിക്കും അറിയില്ല ആന്റി. വെൽ, ഞാൻ ചോദിച്ചപ്പോൾ ഒഫീഷ്യലി റിലേറ്റഡ് ആയിട്ടുള്ള എന്തോ മാറ്റർ ആണെന്നാ പറഞ്ഞേ, ക്ലിയർ ആയിട്ട് പറഞ്ഞതുമില്ല. എന്നാലും വന്നിട്ട് 1 വീക്ക് പോലും ആയിട്ടില്ല. സാരാ, ഒന്നും ഇല്ലാണ്ട് അളിയ മോനോട് തിരിച്ചു ചെല്ലാൻ പറയില്ല, അതും വന്നിട്ട് ഇത്ര പെട്ടെന്ന്. അവൻ എന്തായാലും പോയിട്ട് വരട്ടെ. മോനെ, എന്നാലും ലേറ്റ് ആവണ്ട, ഇറങ്ങാം. സാർ ആന്റി, സീ യു സൂൺ. പോയിട്ട് വരാം. ഇഷയോട് പറഞ്ഞേക്കണം കേട്ടോ, ഉടനെ തന്നെ ഞാൻ തിരിച്ചു വരുമെന്ന്, അവളുമായിട്ട് തല്ല് പിടിക്കാൻ. ഞാനിന്ന് പോകുന്ന കാര്യം പറയാനായി ഇന്നലെ നൈറ്റും ഇന്ന് മോർണിംഗും ഒക്കെ പോയിരുന്നു അവളുടെ റൂമിൽ. ബട്ട് കാണാൻ പറ്റിയില്ല, അൺഫോർച്ചുനേറ്റ്ലി. ഫൈൻ, ആൻറ്റി പറഞ്ഞിരുന്നാൽ മതി ഇഷയോട്. സീ യു ആൻറ്റി, ബൈ. ഹാവ് എ സേഫ് ഫ്ലൈറ്റ് മോനു. അവിടെ എത്തുമെന്ന് തന്നെ വിളിക്കണം കേട്ടോ. പോയിട്ട് വാ, ചെല്. മമ്മി, മമ്മി, എന്തിനാ നീ ഇങ്ങനെ കിടന്ന് കൂ വിളിക്കുന്നേ? എവിടെ കേക്ക് കമ്പനിന്റെ കീറ്റില്? ഇച്ചിരി സൗണ്ട് കൂടിപ്പോയല്ലേ, സോറി. എനിക്ക് വിശന്നിട്ട് കണ്ണ് കാണുന്നില്ല മമ്മി, അതല്ലേ. ഫുഡ് എടുത്ത് വെക്ക്. അപ്പൊ ഡ്രസ് ഒന്നും മാറ്റുന്നില്ലേ? ഫ്രഷ് ആവണ്ടേ നിനക്ക്? ഓ, ഇനിയിപ്പോ കഴിച്ചിട്ട് ഫ്രഷ് ആവാം, അത്രയ്ക്കും വിശക്കുവാ. എന്റെ മാതാവേ, ഈ പെണ്ണിനെ കൊണ്ട്. എന്നാ ആ കയ്യെങ്കിലും ഒന്ന് കഴുക്. അല്ല, ആ കടവാവൽ എന്തി മമ്മി? തെണ്ടാനെങ്ങാനും പോയോ പുറത്തേക്ക്? സാധാരണ എന്റെ സൗണ്ട് കേട്ടാൽ തന്നെ മണം പിടിച്ച് വരേണ്ടതാണല്ലോ. ജോക്കൂട്ടം തിരിച്ചു പോയി. തിരിച്ചു പോയോ ലണ്ടനിലേക്കോ? എപ്പോ? ഇന്ന് രാവിലെ. ബെഞ്ചമിൻ അച്ചായൻ വിളിച്ചിട്ട് പെട്ടെന്ന് തിരിച്ചെല്ലാം പറഞ്ഞെന്ന്, എന്തോ ഒഫീഷ്യൽ എമർജൻസി ആണെന്ന്. മോളോട് പറഞ്ഞേക്കാൻ പറഞ്ഞു ജോക്കുട്ടൻ. യാത്ര പറയാൻ വന്നപ്പോ ഇഷ അവിടെ എങ്ങും കണ്ടില്ല എന്ന് പറഞ്ഞു. അയ്യോ പാവം, കാണഞ്ഞതേ കണക്കായി പോയി. എന്തായാലും പോയല്ലോ. അയ്യോ, അയ്യോടാ, പെണ്ണിന്റെ ഒരു സന്തോഷം കണ്ടില്ലേ? പിന്നല്ലാണ്ട്
ഇത്ര പെട്ടെന്ന് ആ കാട്ടുമാക്കാനെ തിരിച്ചങ്ങോട്ട് കെട്ടിയെടുക്കുമെന്ന് ഞാൻ കരുതിയേയില്ല. ഐ ആം സോ ഹാപ്പി. ഹൈ 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 ഹൈ, പൊട്ടനും പോയി, ചട്ടനും പോയി, ബോട്ടും കിട്ടി, ഹൈലസ. ഓ, ഒന്നടങ്ങേണ്ട ഐശ്വരി. മര്യാദയ്ക്ക് വന്നിരുന്ന് ഫുഡ് കഴിക്കാൻ നോക്ക്. ഐശ്വരി, ഇച്ചിരി ഒന്ന് ആഹ്ലാദിക്കാൻ സമ്മതിക്കരുത് കേട്ടോ. അല്ല മമ്മി, ഡാഡി എന്തിയെ? ഡാഡി ഇനി 1 വീക്ക് കഴിഞ്ഞ് വരണ്ടു മോളെ. എന്തോ കോൺഫറൻസ് ഉണ്ട് അത്രേ. ജോക്കോട്ടനെ എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്ത് സി ഓഫ് ചെയ്തിട്ട് അതുവഴി പോകുന്നാ പറഞ്ഞേ. അപ്പോ ഡാഡി ഇനി എന്തായാലും 1 വീക്ക് കഴിഞ്ഞേ വരുള്ളൂ. മമ്മി, ഐ ഹാവ് എൻ ഐഡിയ. കർത്താവായിട്ട് തുറന്നു തന്ന വഴിയാന്നാ തോന്നുന്നേ. ഐഡിയ ഇല്ലയോ? എന്താ മോളെ? മമ്മി, നമുക്ക് അമ്മച്ചി ഒന്ന് കാണാൻ പോയാലോ? ഇതുപോലെ ഒരു ഗോൾഡൻ ചാൻസ് ഇനി അടുത്തെങ്കിലും നമുക്ക് കിട്ടുന്ന എനിക്ക് തോന്നുന്നില്ല. പോയാലോ മമ്മി? ശരിയാ മോള് പറഞ്ഞേ, നല്ലൊരു ചാൻസ് ഇപ്പൊ കിട്ടിയേക്കുന്നേ. നമുക്ക് പോവാം ഐഷു, നാളെ തന്നെ. പിന്നല്ല. എന്നാലേ ഗെറ്റ് റെഡി മിസ്സസ് സാറ ഫിലിപ്പ് മാലിയയ്ക്ക്. വർഷങ്ങൾക്ക് ശേഷം സ്വന്തം എൽസേച്ചിയെ കാണാൻ ഗെറ്റ് റെഡി. സർപ്രൈസ് മോളെ. അമ്മച്ചി, അമ്മച്ചി, എന്റെ കർത്താവേ മോളെ, ശരിക്കും ഞെട്ടിയല്ലോ അമ്മച്ചി. കഴിഞ്ഞ ദിവസം കൂടെ അമ്മച്ചി ഓർത്തേയുള്ളൂ എന്റെ മോളെ കുറിച്ച്. ഒന്ന് കാണാൻ പറ്റിയിരുന്നെങ്കിലെന്ന് മനസ്സിൽ കരുതിയതേ ഉള്ളൂ. അതാണ് എന്റെ അമ്മച്ചിയുടെ മനസ്സ് പറയുന്നതേ എനിക്ക് എന്റെ വീട്ടിലിരുന്ന് കേൾക്കാൻ പറ്റി. അതല്ലേ ഞാനിങ്ങ് പോന്നേ. എന്നാലേ ഇനി ഒരു ഷോക്കിംഗ് സർപ്രൈസ് കൂടെ തരട്ടെ ഞാൻ. ഓക്കെ, റെഡി ആണോ? എന്താ മോളെ, അമ്മച്ചിയുടെ ടെൻഷൻ ഇങ്ങനെ കൂട്ടല്ലേടാ. എന്താ സർപ്രൈസ്? ഓ, ഇങ്ങനെ വെറുതെ ടെൻഷൻ ആവല്ലേ എന്റെ എൽസ കൊച്ചേ. ഓക്കെ, ഗെറ്റ് റെഡി. 1 2 3. മമ്മി, സാറ മോളെ. இன்று விண்ணிலாவில் அந்த ஈர நினைவில் கண்டு தவிப்பதேனோ மனம் கலங்கி புலம்புகிறேன். സാറ, സുഖല്ലേ മോളെ നിനക്ക്? എത്ര വർഷമായി ചേച്ചിയുടെ സാറ് മോളെ ഒന്ന് കണ്ടിട്ട്. സന്തോഷമുണ്ട്, എന്റെ കൈയും കാലും ഒന്നും ഓടുന്നില്ല. കർത്താവേ, സത്യമാണോ ഇത്? സാറ, ഒരു മാറ്റമില്ല മോളെ നിനക്ക്, പഴയതുപോലെ തന്നെ. അല്ല, ഫിലിപ്പിച്ചായൻ ഇച്ചായൻ അറിഞ്ഞിട്ടാണോ നിങ്ങൾ വന്നേ? ഇച്ചാനൊന്നുമേ അറിഞ്ഞിട്ടില്ല എൽസേച്ചി. ബിസിനസ് കോൺഫറൻസിന് പോയേക്കുവാ ഒരാഴ്ചത്തേക്ക്. ആ ടൈം നോക്കി ഞങ്ങളിങ്ങ് പോന്നു. എന്തായാലും വന്നല്ലോ നീ, എന്നെ കാണാൻ വന്നല്ലോ എൽസേച്ചിയുടെ സാറ് മോള്. അച്ചോടാ, എന്തിനാ എന്റെ അമ്മച്ചി ഇങ്ങനെ കരയുന്നേ? ഞാൻ പറഞ്ഞ വാക്ക് പാലിച്ചേ. അമ്മച്ചിയുടെ സാറ കൊച്ചിനെ ദേ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ട്. സോ അമ്മച്ചിയുടെ അനിയത്തി ഇനി സ്നേഹിക്കുവോ കെട്ടിപ്പിടിക്കുവോ എന്താന്ന് വെച്ചായിക്കോ. ഞാനേ അർജന്റായിട്ട് ഒരു കോൾ ചെയ്തിട്ട് ദേ ഇപ്പൊ വരാട്ടോ. യു കണ്ടിന്യൂ മൈ ഗേൾസ്, കണ്ടിന്യൂ. ഹലോ മിസ്റ്റർ ഹാൻസം. ഓ, എന്തോ ഇപ്പൊ ഞാൻ മനസ്സിൽ ഓർത്തേയുള്ളൂ എന്റെ ചട്ടമ്പി പാറുവിനെ കുറിച്ച്. ഓഹോ, എന്താണോ സാറ് വിചാരിച്ചേ? പറയണോ ഞാൻ എന്താ ഓർത്തേന്ന്? എന്തേലും ഭക്ഷണത്തരോ ആണേല് മാതാവിനാണ്. അയ്യോ, ഞാനൊന്നും പറയുന്നില്ലേ. തിരിച്ചെടുത്തു. ഞാൻ പറഞ്ഞതൊക്കെ തിരിച്ചെടുത്തു. പോരെ?
അതാണ് അന്ത ഭയം. അല്ല ബ്രേക്കില്ല, കോള് പിക്കുമെന്ന് ഡൗട്ടായിരുന്നു, എന്നാലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാ. ഓ യെസ്, ബ്രേക്കില്ല. ഞാനും അതാ നോക്കിയേ. യൂഷ്വലി ഈ ടൈമിൽ ഇത് വിളിക്കാറില്ലല്ലോ, എസ്പെഷ്യലി ഞാൻ ഷൂട്ടിലായിരിക്കുമ്പോ. ഇതെന്ത് പറ്റി? അല്ല, വീട്ടിലാണോ അതോ ഓഫീസിലാണോ? വീട്ടിലാണോ എന്ന് ചോദിച്ചാ യെസ് ആണ്, ബട്ട് എന്റെ ഫ്യൂച്ചർ ഹൗസിലാ. അത് പറയാനല്ലേ ഈ ടൈമിൽ ഞാൻ വിളിച്ചേ. ഫ്യൂച്ചർ ഹൗസിലോ? യെസ്, ദ മോസ്റ്റ് ഹാൻസം മോഡൽ മിസ്റ്റർ റെക്സിൻ മാർക്കസ് കൊമ്പനായിൽ ജനിച്ചു വളർന്ന കൊമ്പനായിൽ ഹൗസിലാ. വാട്ട്? വീട്ടിലോ? ഇതെന്താ പെട്ടെന്നൊരു വിസിറ്റ്? ഇന്നലെ വിളിച്ചപ്പോഴും ഒന്നും പറഞ്ഞില്ലല്ലോ എന്നോട് താൻ. അതല്ലേ രസം. ഓൾ ഓഫ് എ സഡൻ പ്ലാൻ ചെയ്തതാ. ഞാൻ ഒറ്റയ്ക്കില്ല, മമ്മിയുണ്ട് കൂടെ. എന്താ മമ്മിയോ? ആന്നേ, മുന്നൊരിക്കല് അമ്മച്ചി എന്നോട് പറഞ്ഞായിരുന്നു മമ്മി ഒന്ന് നേരിട്ട് കാണാൻ കഴിഞ്ഞിരുന്നെങ്കിലെന്ന്. അമ്മച്ചിയുടെ അനിയത്തിയെ കാണാന് കണക്കൊതിക്കുവാന്ന്. അന്നേ ഞാൻ എൻ്റെ അമ്മച്ചിക്ക് വാക്ക് കൊടുത്തതാ ദാറ്റ് മമ്മിയെ ഞാൻ ഇവിടെ കൊണ്ടുവരുമെന്ന്. അതിനായിട്ട് ഒരു അവസരം കിട്ടാനായിട്ട് കാത്തിരിക്കുമായിരുന്നു ഞാൻ. അങ്ങനെ ഇരുന്നപ്പോഴാ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി വീണ് കിട്ടിയേ. എന്തായാലും ഡാഡി ഉള്ളപ്പോൾ മമ്മിയും കൊണ്ട് ഇങ്ങോട്ടുള്ള വരവ് നടക്കത്തില്ല. ഞാൻ പറഞ്ഞില്ലായിരുന്നു റെക്സിൻ ദാറ്റ് ജോ ഇന്നലെ തിരിച്ച് ലണ്ടനിലേക്ക് പോയിന്ന്. അവന് ഡ്രോപ്പ് ചെയ്തിട്ട് ഡാഡി ഒരു ബിസിനസ് കോൺഫറൻസിനായിട്ട് പോയി. 1 വീക്ക് കഴിഞ്ഞ് ഇനി തിരിച്ചു വരുള്ളൂ. സോ ഈ വീണ് കിട്ടിയ ചാൻസ് ഞാനങ്ങ് മുതലാക്കി. മമ്മിയും കൂട്ടി ഞാനിങ്ങ് പോന്നു. അവര് രണ്ടാളും ദേ പഴയ ഓർമ്മകളൊക്കെ അയവിറക്കി താഴെ ഇരിക്കുക. ഈ ഗ്യാപ്പില് ഞാൻ എന്റെ ചെക്കനെ ഒന്ന് വിളിക്കാനായിട്ട് അവിടുന്ന് മുങ്ങിയതാ. എന്റെ കുഞ്ഞാറ്റേ, നീ ഒരു സംഭവം തന്നെ കേട്ടോ, പറയാണ്ട് വയ്യ. തമ്പരാനേ. കുഞ്ഞാ എന്റെ ഷോട്ട് റെഡിയായെന്നാ തോന്നുന്നേ. ദേ വിളിക്കൂ എന്നെ. ഞാനേ നൈറ്റ് വിളിക്കാം കേട്ടോ. ബാക്കി വിശേഷം ഡീറ്റെയിൽ ആയിട്ട് തന്നെ എനിക്ക് അറിയണം. അല്ല 3 days കഴിഞ്ഞ് തിരിച്ചു വരുമല്ലോ അല്ലേ? 1 വീക്കായി ഞാനൊന്ന് കണ്ടിട്ട്. ഓ, മാക്സിമം ഒരു 3 days കൂടെ ഷൂട്ട് ഉണ്ടാവുള്ളൂടാ. അത് കഴിഞ്ഞാല് ഞാൻ തിരിച്ചു വരില്ലേ എന്റെ പുലിക്കുട്ടിയുടെ അടുത്തേക്ക് തന്നെ. ഓക്കേടാ, ഞാൻ വെക്കുവാണേ. ഷൂട്ട് കഴിഞ്ഞ് നൈറ്റ് വിളിക്കാം കേട്ടോ. ലവ് യു. Okay, love you too. മാർക്കസ് അച്ചായൻ ഇപ്പോഴും ദേഷ്യമാണ് ഞങ്ങളോട്. എങ്ങനെ കഴിഞ്ഞവരെ എൽസേച്ചി നമ്മള്. ദൈവങ്ങൾക്ക് പോലും അസൂയ തോന്നിയിട്ടുണ്ടാവും. അതാവും ഇങ്ങനെയൊക്കെ അനുഭവിക്കേണ്ടി വന്നേ നമുക്ക്. ഇങ്ങനെ വിഷമിക്കല്ലേ മോളെ നീ. ഒക്കെ ശരിയാവും. ഇത്രയും വർഷം നമ്മൾ അനുഭവിച്ച വേദന, ഒഴുക്കിയ കണ്ണീര്, ഇനിയും കർത്താവിന് ഇതൊക്കെ കാണാണ്ടിരിക്കാൻ കഴിയുമോ? വർഷങ്ങളായുള്ള എന്റെ പ്രാർത്ഥനയും അത് തന്നെ എൽസേച്ചി. അത് ശരി, കഴിഞ്ഞില്ലേ രണ്ടാളുടെയും സിന്ധി വർത്തമാനം? എന്തുവാ ഇതെന്റെ സാറെ കൊച്ചേ? ഐശുദേ മേടിക്കുന്നീ. സാറ, കാര്യമൊക്കെ ശരിയാ. എന്റെ മോളെ എന്തേലും പറഞ്ഞാലുണ്ടല്ലോ അതാണ്. അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പറ്റി. എന്നെ തൊട്ടാലേ ചോദിക്കാൻ ആളുണ്ട് സാറെ കൊച്ചേ, കേട്ടോ? ഓ, ഇപ്പൊ അമ്മച്ചി മോള് ഒറ്റ കേട്ടായോ? നമ്മളില്ലേ. അല്ല എൽസിജി മോനോ കുഞ്ഞിവിടെ ഇല്ലേ? റെക്സിൻ ഔട്ട് ഓഫ് സ്റ്റേഷനാ സാറാ. ഷൂട്ടിന് പോയേക്കുവാ. ഇനി ഒരു 3 to 4 days കഴിഞ്ഞേ വരുള്ളൂ. അത് മാത്രമല്ല, മോൻ അവന്റെ അപ്പാർട്ട്മെന്റിലാ താമസം. ഇടയ്ക്ക് വന്ന് ഒരു 2-3 ദിവസം നിൽക്കും. ഓ അത് ശരി. അല്ല റെക്സ് മോന് പ്രപ്പോസൽസ് ഒന്നും നോക്കുന്നില്ലേ? ലൈഫിൽ ഒരു കൂട്ടക്കാവേണ്ട ടൈം ആയില്ലേ മോന്? അത് ശരിയാ സാറാ. റെക്സിക്ക് കല്യാണ പ്രായമായി. ഇതുവരെ അതിനെ പറ്റിയൊന്നും ഞങ്ങൾ ചിന്തിച്ചിട്ടില്ല. അത് മാത്രമല്ല, ഇപ്പോഴത്തെ കാലമല്ലേ, അവന്റെ മനസ്സിൽ ഇനി ആരെങ്കിലും ഉണ്ടോന്നൊന്നും അറിയില്ല. അതൊന്നും അറിയാണ്ട് നമ്മൾ വെറുതെ എടുത്തു ചാടിയാല് ചിലപ്പോ നമുക്ക് നാണം കെടേണ്ടി വരും. എന്തായാലും എൽസേച്ചി ആ പറഞ്ഞത് ശരിയാ. ഇപ്പോഴത്തെ പിള്ളേരുടെ കാര്യമല്ലേ, നമുക്കൊന്നുമേ പറയാൻ പറ്റില്ല. കുഞ്ഞിന്റെ മനസ്സിൽ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ എന്ന് ആദ്യം ചോദിച്ച് മനസ്സിലാക്കണം. അങ്ങനെ ആരെങ്കിലും ഉണ്ടല്ലേ അതങ്ങ് മോന്റെ ആഗ്രഹം പോലെ തന്നെ സാധിച്ചു കൊടുക്കണം. പിള്ളേരുടെ സന്തോഷല്ലേ നമ്മുടെ സന്തോഷം. കർത്താവിന്റെ നിശ്ചയം അങ്ങനെ എന്തേലും ആണേല് അങ്ങനെ തന്നെ നടക്കട്ടെ. സന്തോഷം മാത്രമേ ഉള്ളൂ എനിക്കതില്. അല്ലേ മോളെ?
അതെ അതെ. ഹലോ മെൽക്കി, എവിടെടാ? ഹാ റെക്സി കുട്ടാ, എടാ ഞാൻ ഓഫീസിലാ. നിന്റെ പെണ്ണുമ്പിള്ള ഇത്രയും നേരം എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു. വാഷ്റൂമിലേക്ക് പോയിട്ട് വരാമെന്ന് പറഞ്ഞ് ഇപ്പൊ അങ്ങോട്ടേക്ക് പോയേ ഉള്ളൂ. അതെന്തായാലും നന്നായി. അല്ല, ഈ വീക്കെൻഡ് എന്താ പരിപാടി? ഈ വീക്കെൻഡ് അങ്ങനെ പ്രത്യേകിച്ച് എൻഗേജ്മെന്റ്സ് ഒന്നും ഇല്ല. എന്താടാ, എന്തു പറ്റി? ഓക്കെ, അപ്പൊ സനിയും കൂടെ കൂട്ടിക്കോ. സാറ്റർഡേ എനിക്കൊരു ഷൂട്ട് ഉണ്ട് മെൽക്കി. ഇവിടുന്ന് കുറച്ച് പോണം. 1 ഡേ ഷൂട്ടാ. സോ നിങ്ങളും കൂടെ പോരെ? ഓക്കെ. ഹായ്, ശരി. ഞാൻ കരുതി വല്ല ട്രിപ്പും പോവാനാണെന്ന്. ഓക്കെ ഓക്കെ, പോവാം നമുക്ക്. അല്ല, ഐഷുവിനോട് പറഞ്ഞായിരുന്നോ നീ? അവളൊന്നും പറഞ്ഞില്ലേ എന്നോട്? അതാ ചോദിച്ചേ. ഹേയ്, കുഞ്ഞാറ്റയോട് ഇതുവരെ പറഞ്ഞില്ലടാ. ഇനി വേണം അവളോട് പറയാൻ. ദേ, ഇപ്പൊ എന്റെ മനസ്സിൽ തോന്നിയ ഒരു ഐഡിയ ഇത്. അപ്പൊ തന്നെ കൈയോടെ തന്നെ വിളിച്ചു. പിന്നെ മെൽഹി, നമ്മുടെ പുലിക്കുട്ടി ചെറുതായിട്ടൊന്ന് പൊട്ടിത്തെറിക്കാനുള്ള ചാൻസ് ഉണ്ട്. നീയേ കട്ടയ്ക്ക് എന്റെ കൂടെ തന്നെ നിന്നേക്കണം കേട്ടോ. അതെന്തിനാണ് ആയിഷ പൊട്ടിത്തെറിക്കുന്നേ? വല്ല വള്ളിയോ ആണോ റെക്സിക്കുട്ടാ? അവള് പച്ചയ്ക്ക് കത്തിക്കോ നമ്മളെ? അറിയാലോ നിനക്കാ മുതലിനെ. നീ കാര്യം എന്താണെന്ന് അറിയും. അത് കണ്ടു തന്നെ അറിയണം മെൽഹി. അത് എടാ, ഈ വർക്കിൽ എന്റെ കോസ്റ്ററായിട്ട് ചെയ്യുന്നത് ജെനിയാ. ജെനിയോ? കർത്താവേ, ഹല്ലേലൂയ, സ്തോത്രം. എടാ ദുഷ്ട, നീ എന്നെ കൂടെ കൊലക്കി കൊടുക്കാനുള്ള പുറപ്പാടില്ലല്ലേ? അങ്ങനെയൊന്നുമല്ല. എന്നാലും എനിക്കൊരു മോറൽ സപ്പോർട്ട് വേണ്ട ആളിയാ. അത് മാത്രമല്ല, എനിക്കിട്ടുള്ളൊരു പണിയും കൂടാ ഇത്. അതല്ലേ ഞാൻ കുഞ്ഞാച്ചയെ കൂടെ കൊണ്ടുപോവാന്ന് കരുതിയേ. മനസ്സിലാവുന്നുണ്ട് എനിക്ക്. എന്തായാലും ഇനി വരുന്നിടത്ത് വെച്ച് കാണാം. എന്തായാലും സനയും കൂട്ടി ഞാൻ എന്റെ കാറിൽ വരാം. മോർണിംഗിൽ നിന്റെ അപ്പാർട്ട്മെന്റിലേക്ക്. അവിടുന്ന് ഒരുമിച്ചിറങ്ങാം. ഓക്കെ. ഇവിടെ വന്നിട്ട് ഒരു കാറിൽ പോയാൽ പോരെ നമുക്ക്? എന്റെ ഗാർഡ്സും കൂടെ കാണും. ബട്ട് അവര് വേറെ കാറിലാവും വരുന്നത്. ഓ, ദാറ്റ്സ് ഫൈൻ ഡാ. ഒരു കാറില്ലെങ്കിൽ അങ്ങനെ. അപ്പോ ഇനി എന്തായാലും ഇതെന്തായാലും നീ ഐഷുവിനോട് പറയാം ആദ്യം. ഓക്കെ, ബാക്കിയൊക്കെ സാറ്റർഡേ. അപ്പോ റെക്സിക്കുട്ട, ഓൾ ദി വെരി ബെസ്റ്റ് അളിയ. എന്റെ ഐഷുവിനെ പച്ചയ്ക്ക് വിഴുങ്ങാണ്ടിരുന്നാ മതി എന്റെ കർത്താവേ. റെക്സിക്കുട്ട, ഗുഡ് മോർണിംഗ്. ഞങ്ങള് ലേറ്റ് ആയില്ലല്ലോ അല്ലേ? ഏയ് നോ, കറക്റ്റ് ടൈമിങ്ങാ. അല്ല മെൽക്കി, കുഞ്ഞാറ്റ എവിടെ? ഞാൻ ഇപ്പൊ കോൾ ചെയ്തു അവള്, പക്ഷെ എടുത്തില്ല. അങ്ങനെ എന്നെ വിളിക്കാൻ തുടങ്ങുമായിരുന്നു. ഹായ്, ശരി. അപ്പൊ ഇത്രയും നേരത്തെ ഉറക്കം എണീറ്റ് നിനക്ക് എസ്കോർട്ടായിട്ട് പോകാൻ വന്ന ഞങ്ങളോട് ഒന്നുമേ ചോദിക്കാനില്ല അല്ലേ നിനക്ക്? ഓക്കെ ഓക്കെ. ദേ വരുന്ന നിന്റെ കുഞ്ഞാറ്റ. റെക്സി, നിന്റെ വായ ഒന്ന് അടച്ചു വെച്ചേടാ. ഈച്ച കയറി പോണ ചെറുക്ക. നിനക്കൊരു സർപ്രൈസ് തരാനാ അവള് കോൾ അറ്റൻഡ് ചെയ്യാണ്ടിരുന്നേ. ഓ അങ്ങനെ,
ഞാനങ്ങ് ടെൻഷനായി പോയി. കുഞ്ഞാറ്റെ നീ പിക്ക് ചെയ്ത് വരാന്നല്ലേ പറഞ്ഞിരുന്നേ? അച്ചോ, ഞാൻ കോൾ എടുക്കാഞ്ഞപ്പോ ടെൻഷൻ ആയോണ്ട് ഹാൻഡ്സ് മോഡൽ. ഇങ്ങനെ എന്നെ കണ്ട അന്തം വിട്ട് നിൽക്കുന്ന ഈ ഫേസ് കാണാനല്ലേ ഞാൻ ഈ പണി പറ്റിച്ച്. വെൽ, എങ്ങനെയുണ്ട് ഈ കോൾ? അത് പിന്നെ ചോദിക്കാനുണ്ടോ? യു ലുക്കിംഗ് ആബ്സല്യൂട്ട്ലി സ്റ്റണ്ണിങ് ഇൻ ദിസ് സാരി. ഞെട്ടിച്ചു കളഞ്ഞു എന്നെ. കണ്ണെടുക്കാനേ തോന്നുന്നില്ല കുഞ്ഞ, സത്യം. മതി 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 മതി, ബാക്കി റൊമാൻസ് ഒക്കെ പിന്നെ. ഇപ്പൊ നമുക്ക് ഇറങ്ങാം, ഇല്ലെങ്കിൽ ലൊക്കേഷനിലെത്താൻ ലേറ്റ് ആവും. വന്നേ വാ. ഇനി ഇവിടെ നിന്നാലേ എന്റെ റെക്സി മോൻ നല്ലപോലെ ക്ഷീണിക്കും. വന്നേ. ദേ റെക്സിൻ സാർ എത്തിയല്ലോ. റെക്സിൻ, വെയിറ്റ്. സന, ദേ നോക്കിയടി, ഐഷു പണി തുടങ്ങി. വാട്ട്? ഇതാണ് റെക്സിന്റെ കയ്യും പിടിച്ചു വരുന്നേ. ഇനി ഇതാണോ ഇഷിത? കണ്ടിട്ട് തന്നെ എനിക്ക്. ഹലോ റെക്സിൻ, ഗുഡ് മോർണിംഗ്. ഹൗ ആർ യു ഡൂയിങ്? Hey, good morning. Yeah, I'm doing good, sir. Rexin? Hey! Long time no see. It's been a long. How are you, man? Hey, എന്തൊക്കെയുണ്ട് വിശേഷം? You look damn hot as always. ഒരു മാറ്റമില്ല. നിന്റെ ഈ ഹോട്ട്നെസ് പാതി മടങ്ങി കൂടിയിട്ടേ ഉള്ളൂ. Jenny, I'm doing good. അല്ല, നേരത്തെ എത്തിയോ താൻ? Oh yeah, ഞാൻ early morning തന്നെ എത്തി. By the way, ഇതൊക്കെ ആരാ? This is Melky and Sana, my close friends. And then this is my... Hi Jenny. ഞാൻ തന്നെ എന്നെ പരിചയപ്പെടുത്താം. I'm Ishita Philip Maliekar, Rex's future wife, right now his girlfriend. Well, നമ്മളൊരു വട്ടം സംസാരിച്ചിട്ടുണ്ട് ഫോണില്. മറന്നിട്ടുണ്ടാവും, കുറച്ചു നാൾ മുന്നെയാ. ഏതാണ്ടൊരു 1 year അടുപ്പിച്ചിട്ടുണ്ടാവും. പിന്നെ ഒരു കാര്യം കൂടെ, ഈ റെക്സിന്റെ ലൈഫിലെ ഈ ഇഷിതയുടെ എക്സ്പയറി ഡേറ്റ് ലൈഫ് ലോങ് ആ. അന്ന് ഇതും കൂടെ ഒന്ന് പറയണമെന്നുണ്ടായിരുന്നു, ബട്ട് പറ്റിയില്ല. അതാ ഇപ്പൊ പറഞ്ഞ. റെക്സിൻ സർ, ഷോപ്പിന് ടൈം ആകുക, മേക്കപ്പ് ചെയ്യാൻ. ടൈം പോയതേ അറിഞ്ഞില്ല. ഓക്കെ, ഞാനിപ്പോൾ വരാം. ഒരു മിനിറ്റ്, ഇപ്പം വരാം. മെൽക്കി, നിങ്ങൾ ഇവിടെ ഇരിക്കേ. ഓക്കെ, ഒരു 10 മിനിറ്റ് ഞാൻ റെഡി ആയിട്ട് പെട്ടെന്ന് തന്നെ വരാം. ഓ ഓക്കെ, നീ പോയിട്ട് വാ, നമ്മളിവിടെ തന്നെ കാണും. ഇച്ചയ, do well, okay? ഇങ്ങനെ എന്നെ തന്നെ നോക്കി നിൽക്കാതെ പോയി റെഡി ആയിക്കേ. ചെല്ലു ചായ. അപ്പോ he was right. റെക്സിൻ പറഞ്ഞതൊക്കെ സത്യവാ. He's in a serious relationship. Fuck. ഇത്രയും നാളും അവൻ എൻ്റെ കോൾസും പ്രസൻസും ഇഗ്നോർ ചെയ്തതും just because of this. Fuck. ചുമ്മാതല്ല, she's looking fucking gorgeous. ഭയങ്കര സുന്ദരിയായി ഇഷിത. Damn gorgeous. അതുകൊണ്ട് തന്നെയാവും റെക്സിൻ അവളെ വിടാതെ വെച്ചേക്കുന്നേ. ബട്ട് എന്ത് ചെയ്യാൻ പറ്റും? അന്ന് എന്നെ നീ വെല്ലുവിളിച്ചപ്പോഴേ നിന്നെ ഞാൻ നോട്ട് ചെയ്ത് വെച്ചതാ ഇഷിത. It's time to hit the goal from my end, honey. പാവം, നല്ല പോലെ തന്നെ ഇപ്പൊ നീ അഹങ്കരിച്ചു ഇഷിത. നിനക്കുള്ള പണി പുറകേ വരുന്നുണ്ട്. ഓക്കെ,
ലെറ്റ്സ് ഹാവ് ഫൺ. റെക്സിനെ നീ സ്വന്തം ആക്കില്ല ഐഷത്ത. പറയുന്നത് ഈ ജെനിയ. Bloody bitch. കർത്താവേ, എന്റെ പൊന്നൈഷു, നീ ഇന്ന് സ്കോർ ചെയ്തടി മോളെ, പറയാതെ വയ്യ. ആ പിശാചിന്റെ നിറകും തലക്കിട്ട് തന്നെ നീ ഇന്ന് കൊടുത്തേ. അസൂയയും ദേഷ്യവും ഫ്രസ്ട്രേഷനും ഒക്കെ മൂത്ത് അതൊന്നും കൺട്രോൾ ചെയ്യാൻ പറ്റാതെ നിന്ന ജെനിയുടെ ആ ഫേസ്, ചിരിക്കാതെ പിടിച്ചു നിൽക്കാൻ ഞാൻ പെട്ട പാട്. ഹൈഷു, ഞാൻ കരുതി നീ ഇന്ന് ആ സാധനത്തിനെ കൊന്നു തിന്നുവെന്ന്. എന്തായാലും നല്ലപോലെ തന്നെ വയറ് നിറഞ്ഞിട്ടുണ്ടാവും അതിന്. അല്ല പിന്നെ, നമ്മുടെ പുലിക്കുട്ടിയോട് അവളുടെ കളി. ഐഷുവിനെ നേരിട്ട് കണ്ടപ്പോ തന്നെ ജെനിയുടെ കാറ്റ് പോയി. നമ്മുടെ കൊച്ച് ഇത്രയ്ക്ക് ലുക്കാണെന്ന് അവള് കരുതിയിട്ടുണ്ടാവില്ല. അതൊക്കെ ശരിയാ മെൽക്കി, പക്ഷേ അതിനിടയ്ക്ക് ആരോ ഒരാള് ജയ എന്ന് വിളിച്ചത് നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? അത് പറഞ്ഞപ്പോഴാ. അതെന്തായിരുന്നു ഐഷു? അങ്ങനെ ഒരു വിളി? സത്യം പറഞ്ഞാലുണ്ടല്ലോ ഞെട്ടിപ്പോയി ഞാൻ. അല്ല, അത് പിന്നെ അവളൊന്ന് മൂപ്പിക്കാൻ വേണ്ടി വിളിച്ചതാ, അല്ലാതെ ഒന്നുമല്ല. ബട്ട് അത് ഏറ്റല്ലേ? മനസ്സിലായി. അപ്പൊ എക്സിക്യൂട്ടാ, എന്നാ പിന്നെ ഞങ്ങൾ അങ്ങോട്ട് ചലിക്കട്ടെ. ഇതുങ്ങളെ രണ്ടെണ്ണത്തിനെയും ഡ്രോപ്പ് ചെയ്തിട്ട് വേണം എനിക്ക് വീട്ടിലേക്ക് പോവാൻ. ഞാൻ വരുന്നില്ല ഇപ്പോ, നിങ്ങൾ പൊക്കോ. എന്നെ റെക്സി ഡ്രോപ്പ് ചെയ്തോളൂ. നിങ്ങൾ ചെല്ലു മെൽക്കി, കുഞ്ഞാറ്റെ ഞാൻ ഡ്രോപ്പ് ചെയ്തോളാം. ഓക്കെ നമ്മളില്ലേ സന, നമുക്ക് പോവാടി. നമ്മളെന്തിനാ വെറുതെ ഇങ്ങനെ സ്വർഗത്തിലെ കട്ടുറും പോകുന്നത്? മെൽക്കി വേണ്ട, മേടിക്കുന്നീ എന്റെ കയ്യിൽ നിന്ന്. ഞാനൊന്നും പറയുന്നില്ലേ. അപ്പൊ ശരിയെന്നാ, രാത്രിയിൽ യാത്രയില്ല. സനമോളെ വാ പോവാ. അശു, പിന്നെ ലേറ്റ് ആവും എത്താനെങ്കിൽ മമ്മിയെ വിളിച്ച് പറഞ്ഞേക്കണം നീ. ഓക്കെ റെക്സിക്കുട്ടാ, അപ്പൊ പിന്നെ ടാറ്റാ, ബൈ ബൈ. കുഞ്ഞാ, എന്ത് ഭംഗിയാന്നറിയോ ഈ ഡ്രസ്സിൽ എന്റെ കുഞ്ഞാറ്റെ കാണാൻ. എത്ര നേരമായിട്ട് ഇതൊന്ന് പറയാൻ ഞാൻ ട്രൈ ചെയ്യുവാന്നറിയോ. അവസരം കിട്ടണ്ടേ. ശരിക്കും ഇഷ്ടമായ എന്റെ റെക്സിന്? പിന്നെ ഇഷ്ടമായോന്നോ? ഈ സാരിയിൽ കണ്ടപ്പോ തന്നെ ഓടി വന്ന് പൊക്കിയെടുത്ത് കറക്കാനാ എനിക്ക് തോന്നിയേ. ആകെ ടയർഡായി കുഞ്ഞാ, നന്നായിട്ട് തലയും വേദനിക്കുക. ഇന്ന് ഡേ ടൈം ഫുള്ള് ഷൂട്ട് ആയിരുന്നില്ലേ? മേ ബി അതാവും ഈ തലവേദന. ഞാൻ പോയി നല്ല സ്ട്രോങ് ആയിട്ടൊരു കോഫി ഇട്ടിട്ട് വരാം. എന്നിട്ട് നല്ലപോലെ വിക്സ് ഇട്ട് തലയും മസാജ് ചെയ്യാം. അപ്പൊ എന്റെ ഈ ചായന്റെ ഈ തലവേദനയൊക്കെ പമ്പ കടക്കും. കാപ്പിയൊക്കെ ഇടാം. ആദ്യം താൻ എന്റെ അടുത്തൊന്നും ഇരിക്കേ. അല്ല കുഞ്ഞാറ്റെ, വീട്ടിലെപ്പോഴാ പോവണ്ടേ? ഇപ്പൊ തന്നെ ടൈം ഇത്ര ആയില്ലേ? ദാറ്റ്സ് ഓക്കേ റെക്സിൻ. ഞാൻ തിരിച്ചെത്തുമ്പോ ഇച്ചിരി ലേറ്റ് ആവെന്ന് മമ്മിയോട് പറഞ്ഞിട്ടാ പോന്നെ. സോ നോ വറീസ്. ജോലി ഡിറ്റക്റ്റീവ് ജേർണലിസം ആയോണ്ടേ ഇങ്ങനെ രാത്രിയും പകലും എന്നില്ലാതെ അലയേണ്ടി വരാറുണ്ട്. സോ നോ പ്രോബ്ലം. അത് ശരി. അപ്പൊ അതാണല്ലോ ഇത്ര ധൈര്യത്തിൽ നിൽക്കുന്നേ. ഓക്കെ തങ്ങളുടെ തിന്ന കദിന്ന ത തിന്ന കദിന്ന 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 തങ്ങളുടെ തിന്ന കദിന്ന ത. കുഞ്ഞാറ്റെ, എടാ സാരി സാരി ഒന്ന് നേരിട്ടെ. സാരിക്ക് എന്താ കുഴപ്പം? അല്ല അത് എടാ സാരി മാറിക്കിടക്കുക. അത് സാരമില്ല റെക്സിൻ. ദേ, ഈ സാരി നമ്മൾ എത്രയൊക്കെ ഒതുക്കി വെച്ചാലും അത് നേരെ ഇരിക്കില്ലാന്നേ. അതിനെ അതിന്റെ പാട്ടിന് വിടുന്നതാ നല്ലത്. തമ്പുരാനെ, ഇതൊക്കെ കണ്ടോണ്ടിരിക്കുന്നത് ഞാനല്ലേ? ഇച്ചിരി അധികം തന്നെ കൺട്രോൾ തന്നേക്കണേ എന്റെ മാതാവേ.
കർത്താവേ, പറ്റുന്നില്ല എനിക്ക്. കുഞ്ഞാറ്റെ, എന്നെ നീ ഇങ്ങനെ പരീക്ഷിക്കില്ലടി മോളെ. റെക്സിൻ, ഇതെന്താ ഫേസ് ഒക്കെ വല്ലാണ്ടിരിക്കുന്നേ? നന്നായിട്ട് തല വീണിക്കുന്നുണ്ടോ? നത്തിങ്, ഒന്നുമില്ലടാ, ഒന്നുമില്ല. ഞാനേ ഒന്ന് പോയി ഫ്രഷ് ആവട്ടെ, അപ്പോഴേക്കും മോള് പോയി കോഫി എടുക്ക്. ഞാനേ ഇപ്പൊ വരാം, ഇപ്പൊ വരാം കേട്ടോ. പാവം, എനിക്കൊന്നും മനസ്സിലായിട്ടില്ല എന്നാ വിചാരം. ഞാൻ അറിഞ്ഞോണ്ട് ചെയ്യുന്നതാ ഇതൊക്കെയെന്ന് പാവത്തിനറിയില്ലല്ലോ. എൻ്റെ ഈ ഹാൻഡ്സം ചുള്ളനെ ഇങ്ങനെയിട്ട് ടീസ് ചെയ്യാൻ നിന്റെ കുഞ്ഞാറ്റയ്ക്ക് ഒത്തിരി ഇഷ്ടമാ. ജസ്റ്റ് വെയിറ്റ് മൈ ബോയ്, കോഫി ആയിട്ട് ഞാൻ ദേ വരുവാ. ബാക്കി അപ്പോ. ദൈവമേ, എന്റെ പെണ്ണിന്റെ ഈ മെസ്മറൈസിംഗ് ലുക്കില് ഞാൻ ഈ എന്നെ തന്നെ മറന്നു പോവാണല്ലോ. കർത്താവേ, എന്റെ കുഞ്ഞാറ്റയ്ക്ക് ഞാൻ കൊടുത്ത വാക്ക് കല്യാണത്തിന് മുന്നേ തെറ്റിക്കേണ്ടി വരല്ലേ. ഓ, എന്റെ മാനം പോവല്ലേ. ഹേയ് റെക്സി, ഒന്നുമില്ല, മനസ്സിന്റെ കൺട്രോളാണ് ഏറ്റവും വലുത്. യാ, ദാറ്റ്സ് ഇറ്റ്. യാ, നമുക്ക് പോയി കോഫി കുടിക്കാം എന്നാലേ. കം ഓൺ, ലെറ്റ്സ് ഗോ. തങ്കിട തിന്ന കദിന്ന ത തിന്ന കദിന്ന 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 തങ്കിട തിന്ന കദിന്ന. ചടങ്, കോഫി റെഡി. അപ്പോഴേക്കും കുളിയൊക്കെ കഴിഞ്ഞോ? ഞാൻ ദേ അങ്ങോട്ട് വരുമായിരുന്നു. ദേ ചൂടോടെ തന്നെ ഈ കോഫി കുടിക്കും. അയ്യോ, ഇവളെന്നെ തമ്പുരാനേ. റെക്സിൻ, എന്താ കണ്ടെടുക്കാതെ എന്നെ തന്നെ ഇങ്ങനെ നോക്കുന്നേ? കോഫി കുടിക്കാൻ. കുഞ്ഞ, എന്തോ എനിക്ക് പറ്റുന്നില്ലടാ. എങ്ങനാ നിന്റെ ഈ പ്രസൻസില് ഞാൻ എന്നെ തന്നെ കൺട്രോൾ ചെയ്ത് നിർത്തുന്നതെന്ന് I swear I don't know. കുഞ്ഞാറ്റെ, മോളെ, can I? No, പറ്റുന്നില്ലടാ. എൻ്റെ കുഞ്ഞാറ്റയ്ക്ക് ഞാൻ തന്ന പ്രോമിസ് അത് ബ്രേക്ക് ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ല. I need you, Rexin. I need you right now. I'm all yours. I want to know you. എല്ലാ രീതിയിലും എനിക്ക് എൻ്റെ ഇച്ഛനെ അറിയണം. ഇപ്പോ ഇനിയും കാത്തിരിക്കാൻ വയ്യ എനിക്ക്. പ്ലീസ്. കുഞ്ഞ, പ്ലീസ് don't tempt me like this. പ്ലീസ് ഡാ. എങ്ങനാ ഞാൻ എന്നെ once I lost my control, പിടിച്ചു നിർത്താൻ കഴിഞ്ഞൊന്നും വരില്ല എനിക്ക് എന്നെ തന്നെ. സോ പ്ലീസ് മോളെ, എന്നെ ഇങ്ങനെ ടെംപ്റ്റ് ചെയ്യില്ലേ നീ. പ്ലീസ് കുഞ്ഞ. പിടിച്ചു നിർത്തണ്ട. ഡോണ്ട് സ്റ്റോപ്പ് യുവർ സെൽഫ്. എനിക്ക് വേണം. റെക്സിൻ്റെ കുഞ്ഞാറ്റായി പറയുന്നേ. എല്ലാ രീതിയിലും എനിക്ക് എൻ്റെ റെക്സിൻ്റേത് മാത്രം ആവണം. ഇൻ എവറി ആസ്പെക്ട്, എല്ലാ രീതിയിലും. റൈറ്റ് നൗ. അയ്യോ, I don't think I can hold back anymore. But still, നമുക്ക് വെയിറ്റ് ചെയ്യാടാ. എത്ര വേണേലും
എത്ര വേണേലും എൻ്റെ ഈ പെണ്ണിന് വേണ്ടി കാത്തിരിക്കാൻ ഞാൻ തയ്യാറാ. Because I love you that much. And I don't want to break your trust too, Mole. I can't. Rexin, please. For me. Please. കുഞ്ഞാറ്റെ, I need you, Rexin. I need you right now. ഇപ്പോൾ മാത്രമല്ല, through my whole life. Please make me yours. I really need it. എനിക്കറിയണം എൻ്റെ റെക്സിനെ എല്ലാ രീതിയിലും. And I'm ready for that. Completely. I'm ready. are you sure? Yeah, 100%. செல்லமி கொஞ்சம் சொல்வேனே Rexin. I won't hurt you, Mole. I won't. சுகங்களில் கரைந்திடுவேனே 100,000 நள்ளிரவிலும் நிறைந்திடுவேனே செல்லமி கொஞ்சம் சொல்வேனே என் வெல்லமி கென்று என்பேனே மின்னலி உன்னை கண்டேனே എൻ്റെ കുഞ്ഞ, എൻ്റെ മാത്രം. உன் குரலில் மெல்லிசை சுகம் அறிவது போலே விரலில் உன் விரலில் முன் பனி சுகம் உணர்வது போலே ഫൈനലി എല്ലാ രീതിയിലും ഞാൻ എൻ്റെ കുഞ്ഞാറ്റെ എന്നെ സ്വന്തമാക്കുക. എല്ലാ രീതിയിലും ഈ റെക്സിന്റെ മാത്രം സ്വന്തമാക്കുക. റെക്സിന്റെ മാത്രം സ്വന്തം. தினந்தோறும் பரிமாறு நீ நீச்சல் குளம் போலே நேரமில்லை பாரு 100,000 மெல் சுகங்களில் கரைந்திடுவேனே 100,000 நள்ளிரவிலும் நிறைந்திடுவேனே செல்லமே கொஞ்சம் சொல்வேனே என் வெல்லமே கென்று என்பேனே மின்னலே உன்னை கண்டேனே மெய் அன்பிலே இன்பம் கொண்டேனே
இரவில் உன் தலைமுடி கலைவது போதும், பகலில் நண்பகலில் உன் செவிமடல் மலர்வதும் போதும். ஒளியில் மின்னொளியில் என் வளையலும் நெளிவது போதும், மனதில் என் மனதில் உன் பரவசம் நிறைவதும் போதும். போதுமானாலும் போதாது சந்தோஷம், கண் தூங்க போனாலும் தூங்காது ஆழ்வாசம். சகாயமே உன் அருகினில் நிலை பெறுவேனே, தடாகமே பொன்முறுவலில் நனைந்திடுவேனே. செல்லமே செல்லமே கொஞ்சம் சொல்வேனே, என் வெல்லமே வெல்லமே கெஞ்சி என்பேனே. மின்னலே மின்னலே உன்னை கண்டேனே, மெய் அன்பிலே அன்பிலே இன்பம் கொண்டேனே. ஓராயிரம் மெல் சுகங்களில் கரைந்திடுவேனே, நூறாயிரம்.